Good morning. Good morning, good morning. Hi. No. No. Ding, 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 ding. എന്താണ് എന്താ പിന്നെ നീ ആലോചിക്കുന്നേ ഇവിടെ വന്നേ എന്താ ഫോൺ മാറ്റി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവൻ്റെ ഫുഡ് റുട്ടീൻ, അതുപോലെ ഇവനെ എങ്ങനെ ചില സാധനങ്ങൾ പഠിപ്പിക്കുന്നത്, അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫുൾ അതായിരിക്കും കേട്ടോ. സോ യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. വാഗമണാണ് ട്രിപ്പ് പോകുന്നത്. ആക്ച്വലി രാവിലെ വെളുപ്പംകാലത്ത് പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് കുഞ്ഞിന് ആഹാരം കൊടുത്തിട്ട് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ പോകുന്ന വഴിക്കും എല്ലാം കഴിപ്പ് നടന്നില്ലല്ലോ, അറിയില്ല. എന്താ കഴിക്കുന്നേ? എന്താ പൊന്നു കഴിക്കുന്നേ? എന്താ അച്ചുകുട്ടി കഴിക്കുന്നേ? പാൻ കേക്ക്. ആരുടെ പാൻ കേക്കാ കഴിക്കണേ? സ്ലഫ് ഫാമിന്റെ പാൻ കേക്ക് ആണോ കഴിക്കുന്നേ? അവന്റെ ഏറ്റവും ഫേവറേറ്റ് ഒന്നാട്ടോ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ. അച്ഛൻ ആരുടെ പാൻ കേക്ക് കഴിക്കുന്നേ? സ്ലഫ് ഫാം. അച്ചുകുട്ടൻ സ്ലഫ് ഫാമിന്റെ ചോക്ലേറ്റ് പാൻ കേക്ക് ആണ് കഴിക്കുന്നത് അല്ലേ എന്നാ? സ്ലഫ് ഫാമിന്റെ എന്താ കഴിക്കുന്നേ? ചോക്ലേറ്റ് പാൻ കേക്ക്. യാ, കാണിച്ചേ, സ്ലഫ് ഫാം കാണിച്ചു കൊടുത്തേ. യാ, സ്ലഫ് ഫാം. ഇതെന്താ സ്ലഫ് ഫാമിന്റെ? ഇതെന്താണ്? സ്ലഫ് ഫാമിന്റെ സീരിയലാണല്ലേ, റാഗിയാണല്ലേ, റാഗി. കാണിച്ചു കൊടുത്തേ. ഇത് റാഗി. ഇതെന്താ? അത് റാഗിയല്ല, അത് ബനാന പൗഡർ ആണ്. പൗഡർ. പോണ്ടേ നമുക്ക്? നിക്കേ, അമ്മ ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഈ ഒരു സ്ലഫ് ഫാമിന്റെ സീരിയൽ എന്ന് പറയുന്നത് സ്ട്രോബെറി പൗഡേർഡ് ഫോമിലുള്ള ഒരു സീരിയലാണ്. ഇതിൽ ആക്ച്വലി മൾട്ടിഗ്രെയിൻസ് ഉണ്ട്, അതായത് സൂപ്പർ ഗ്രെയിൻസ് ഉണ്ട്, റൈസ് പൗഡർ ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ് ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത്. പ്രീമിയം അറേബ്യൻ ഡേറ്റ്സ് വെച്ചിട്ടാണ് ഇതിനകത്തെ ഒരു സ്വീറ്റ് അവർ ആഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ വേറെ ആഡഡ് ഷുഗറോ മൈദയോ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നുമില്ല. സീറോ മൈദ കണ്ടന്റ് ആണ്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 13 എസെൻഷ്യൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഈ ഒരു സ്ലഫ് ഫാമിന്റെ ഈ ഒരു സീരിയലിന്റെ. അല്ലെങ്കിൽ ഇവരുടെ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ 10 ടൈപ്സ് റൈസ് ആൻഡ് വീറ്റിന്റെ എസെൻഷ്യൽ ഉള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ 3 ടൈംസ് കാൽഷ്യം കണ്ടന്റ് ഉള്ള പൗഡർ ഫോംസും, അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഇത്രയും ഐറ്റംസും ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കുറേ നാളായിട്ട്, മേ ബി എൻ്റെ നേരത്തെ ഉള്ള വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നൊന്നും ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കുഞ്ഞിൻ്റെ ഫുഡിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. പക്ഷെ ഇന്നിപ്പം ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പുതിയ പാക്കറ്റ് പൊട്ടിച്ചാൽ പിന്നെ എനിക്ക് അത് പറയുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ പറയണ്ടേ. ഇവൻ ഇതുപോലെ രാവിലെ പാൻ കേക്ക്, ചപ്പാത്തി, ദോശയൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പം പഴയ പോലെ അവൻ ആ കുറുക്ക് നമ്മൾ കടയിൽ നല്ലാതെ വാങ്ങിക്കാൻ ഞാൻ പറയത്തില്ലായിരുന്നു, അതൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അതുപോലെ ട്രാവലിലൊക്കെ ആണെങ്കിൽ ഈ കുറുക്ക് ചില സമയം കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം അവൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഇപ്പം അവൻ കഴിക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ കഴിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഒരു പരുവോ, ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ അതിൻ്റെ കുറുക്കിൻ്റെ ഇത് വ്യത്യാസം വരും, ആ ഒരു ടെക്സ്ചറിനൊക്കെ വ്യത്യാസം വരും. കാരണം കുറച്ചുകൂടെ വെള്ളം പോലാവും. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ്, കാരണം ഈ ട്രാവൽ ചെയ്യുന്നത്, കാരണം ഞാനൊക്കെ സ്ഥിരം ട്രാവലാണ്. അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗൊക്കെ എനിക്ക് കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റാത്തത് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ ഈ സ്ലഫ് ഫാമിൻ്റെ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഇവരുടെ ഈ പാൻ കേക്ക് ആയിരുന്നു. എൻ്റെ അമ്മയെ, കാരണം കുഞ്ഞിന് എനിക്കും പേഴ്സണലി ഇഷ്ടമാണ്. ഇവരുടെ ബീട്രൂട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ചീരയുടെ സ്പിനഷിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ ചോക്ലേറ്റ് പാൻ കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു 2-3 അമ്മമാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു സ്ലഫ് ഫാം എന്ന് പറയുന്നത് കേട്ടോ.
ഓൾറെഡി ഉണ്ടാക്കിയ ബ്രാൻഡാണ്. അപ്പം നമുക്ക് അറിയാലോ, അമ്മമാരെന്ന് പറയുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബെസ്റ്റ് നൽകാൻ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളെ പോലെ അവർ കൺസിഡർ ചെയ്തിട്ടാണ് അതിനകത്ത് ഓരോ കണ്ടന്റും ഉണ്ടാക്കിയേക്കുന്നത്. എന്താ പൊന്നെ, വെള്ളം വേണോ? തരാലോ. നമുക്കൊന്ന് വയ്യാണ്ടായി, നമുക്കൊന്ന് ആഹാരം കൊച്ചിന് കൊടുക്കണം. കൊച്ചിന് ആഹാരം കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് അകത്ത് ആവശ്യത്തിനുള്ള എസെൻഷ്യൽ ചെല്ലണമല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചൂടുപാലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി ആ ഒരു ഡേറ്റ്സിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഷുഗർ കണ്ടന്റ് ഉണ്ടായിക്കോളൂ. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരിയും കഴിക്കാം. ആ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ അതുപോലെ കിട്ടും കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു പാക്കറ്റിനകത്ത് ഇത്രയൊക്കെ ഉണ്ടാവും. എൻ്റെ വീട് ഇവിടെയാണ്, ഈശ്വരവിലാസം റോഡാണ്. അപ്പം ഞാനിവിടെ ആസാദ് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇവരുടെ പാൻ കേക്കും എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന അവിടെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാവുന്നതാണ്. ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവരുടെ നൂഡിൽസും ഈ പറയുന്ന പാൻ കേക്കും ഒക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ബെസ്റ്റ് കൊടുക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അമ്മമാര് ഈ പറയുന്ന റാഗി എല്ലാ സാധനങ്ങളും ഈ കൂരവ് ഇതൊക്കെ ഭയങ്കര ഉണക്കി പൊടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി. നമുക്കിപ്പോൾ ഒന്നും അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എളുപ്പപ്പണി ഇപ്പോഴും നോക്കുന്നത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അവർക്ക് ആരോഗ്യത്തിന് അവരുടെ വൈറ്റമിൻസും മിനറൽസും കാൽഷ്യം എല്ലാം അവരുടെ ശരീരത്തിൽ ചെന്നല്ലേ വെച്ചത്തുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ആരായിരുന്നു സജസ്റ്റ് ചെയ്ത്, എന്നൊരു അഞ്ജു ചേച്ചി, യെസ്, ഇവിടെ ബാലുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഞ്ജു ചേച്ചിയാണ് ഫസ്റ്റ് ഇതൊന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ വാങ്ങിച്ചു തുടങ്ങിയതാണ് ഇവരുടെ ഈ പാൻ കേക്ക്. അവരുടെ ഒരു ബ്ലൂബെറിയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അമ്മേ, അത് നമുക്ക് കഴിക്കാം കേട്ടോ. അമ്മാതിരി ടേസ്റ്റാണ് അതിൻ്റെ. ആ പാൻ കേക്കും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിനകത്തൊരു ചെറിയ സാധനമൊക്കെ ഉണ്ട്, ഇങ്ങനെ കടിക്കാനൊക്കെ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇവരുടെ ഈ ഒരു സീരിയൽ, ഇത് സ്ട്രോബെറിയുടെ സീരിയലും ആ ഒരു പാൻ കേക്ക്സും ആണ്. അമ്മീ ഒരു രക്ഷയില്ല, അമ്മാതിരി ഐറ്റമാണ് കേട്ടോ. ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർവതി 20 എന്നൊരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സാറ് ഇച്ചിരി കലിപ്പിലാണ്, എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. എന്റെ ഉള്ളിലെ കലാകാരിയൊന്നും ഉണരാൻ സമ്മതിക്കുന്നില്ല. അതെ, എന്നെ പാട്ട് പാടാൻ സമ്മതിക്കുന്നില്ല, അവന്റെ അച്ഛനെ പോലെ. എന്നെ ഡാൻസ് കളിക്കാൻ സമ്മതിക്കുന്നില്ല, ഡാൻസ് അല്ല, ഒന്ന് തുള്ളാൻ പോലും സമ്മതിക്കുന്നില്ല. എന്താണിത്? വൈദ്യസ്കൊലവരി. ഓക്കെ, അപ്പൊ ഞങ്ങള് കസിൻസ് എല്ലാം കൂടെ ഞങ്ങൾ ഒരു വാഗമൺ ട്രിപ്പ് പോവാണ്. ഹലോ ഹലോ, അച്ചു കലിപ്പിലാണ്. ഈ വ്ളോഗിന്റെ പേര് മൊത്തം അതായിരിക്കും, അച്ചു കലിപ്പിലാണ്. അപ്പൊ രാവിലെ നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം 7 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ അറിയത്തില്ല, വണ്ടി എടുത്തപ്പോഴേ നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കുക, നേരെ വാഗമൺ. അങ്ങനെ കുറെ നാളുകൾക്കുള്ള പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ അച്ചുകൂടെ പറ, എല്ലാരും ഒരിക്കൽ കൂടെ ഒന്ന് വെൽക്കം ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ.
പ്രദേശത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ പാടിക്കുകയാണ്. 5, 6, 7, അങ്ങനെ ഞങ്ങൾ ഹേഡയിൽ എത്തിയിരിക്കുകയാണ്. അമ്പോ അമ്മാതിരി ക്ലൈമറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ലൈക്ക് മിഡ് ക്ലൈമറ്റ്, ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പുമല്ല. ഇനി ഇപ്പോഴത്തെ ആണോന്ന് അറിയത്തില്ല, പക്ഷെ സോ ഗുഡ്. എന്നാലും എവിടുന്നോ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നത് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ. വാവ്, ഇവിടുന്ന് ഞാൻ ചായ കുടിച്ച് മരിക്കും, ഒരു ചായ അടിക്കുന്ന നിലയിൽ. അച്ഛാ ഇത് കണ്ടോ തേയിലത്തോട്ടം, കണ്ടോ തേയിലത്തോട്ടം, മനോഹരമായ തേയിലത്തോട്ടം. വാവ്, അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അയ്യോ വീണ്ടും ഒരു ശരൺ. വാവ്, വെള്ളം നോക്കടാ. എന്താ തപ്പുന്നേ, എന്താണ് തപ്പുന്നേ? ചെലപ്പോ ഉരുണ്ടുരുണ്ട് താഴെ പോയി കാണുവടാ. റീസൈക്കിളോ?
ഇഷ്ടായി ഇഷ്ടായോ? യെസ്, അങ്ങനെ നമ്മൾ ഹേഡേ വില്ലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു സിംഗിൾ ഹോം സ്റ്റേ ആണ്. ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇനി അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കണ്ടിട്ട് പറയാം. വലുതാണെടുത്ത് വെച്ചിട്ട് ശരണം, ഇത് നിന്റെ സ്ഥലമാണ്. കോളമ്പി. ഇവിടുന്നെങ്കിലും എനിക്ക് വായനാശീലം തുടങ്ങണം. സോ ഗുഡ് കേട്ടോ. നമ്മള് ആദ്യം ധ്യാന കേന്ദ്രം ഞാൻ കണ്ടു. നീ താഴെയൊക്കെ പോകുന്നു, അങ്ങനെ താഴേക്ക് പോകാൻ പറ്റും. രാവിലെ എനിക്കിവിടെ തീരത്തോട്ടങ്ങൾക്കില്ല. ആഞ്ഞു വരി അപ്പുറത്താണോ? ഇതൊക്കെ ശരിക്കും ഒരു ഡ്രീമി പ്ലേസ് പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലെ വീട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചെക്ക് ബുക്ക് എടുത്തോണ്ടായിരുന്നു. അപ്പം കാശ് ഉണ്ടാക്കണ്ടേ? അധ്വാനിക്കാനുള്ള ഒരു ഹൃദയവും ഒരു മനസാന്നിധ്യം എനിക്കുള്ളതുകൊണ്ട് വേണ്ടല്ലോ. ഇച്ചിരി തള്ളാന്ന് വിചാരിച്ചു, നീ സമ്മതിക്കത്തില്ല. അതാ കേറിക്കോട്ടെ. കട്ടിലെ പൊക്കേ ഉള്ളൂ. ഇല്ല, നിങ്ങളൊക്കെ അപ്പൊ അവിടെ കിടന്നു. എനിക്ക് കിടക്കാനുള്ള സ്ഥലമായിട്ടുണ്ട്. മറ്റേ ബാറ്റപ്പ് ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ടോ? എടുത്താല് കുറച്ച് റോസാപ്പൂവും കൂടെ വേണം. അത് പറ്റില്ല. ഏതൊരു എന്റെ കൈ കിട്ടുന്നുണ്ട്. എത്ര ബെഡ്റൂം? മേളിൽ ഇല്ലേ? മേളിൽ ബാൽക്കണി ഒരെണ്ണം കൂടെ ഉണ്ട്. കോടമഞ്ഞിൻ
ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയാണ് സുഹൃത്തുക്കളെ. അവർ ഓൾറെഡി ചാടി കേട്ടോ. അവിടെ വേറൊരാളൊരു മൂഡിലൊക്കെ. ഗുഡ് മോർണിംഗ്. എൻ്റെ അമ്മേ, കുറേ നാൾക്ക് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഈ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മാതിരി ക്ലൈമറ്റ്.